റേറ്റഡ് സിനിമയുടെ ലൊക്കേഷനിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരം. ചിത്രത്തിന്റെ കൊച്ചിയിലെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിയും സഹപ്രവർത്തകരും ചേർന്ന് മോഹൻലാലിനെ ആദരിച്ചത്. ഫാൽക്കെ അവാർഡ് നേടിയ പ്രിയപ്പെട്ട ലാലുവിന് സ്നേഹപൂർവ്വം എന്ന അടിക്കുറിപ്പോടെയാണ് മമ്മൂട്ടി തന്നെയാണ് ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ മോഹൻലാലും മാമ്പ്രയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ഖലീഫയുടെ 2ാം ഭാഗത്തിൽ മാമ്പ്രയ്ക്കൽ അഹമ്മദ് അലിയായാണ് മോഹൻലാൽ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. ചിത്രം 2026 ഓണം റിലീസായി ഖലീഫയുടെ ആദ്യ ഭാഗം എത്തും. യുവതാരം സന്ദീപ് പ്രദീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. കോസ്മിക് സാംസൺ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ബാനറിൽ സോഫിയ പോൾ ആണ്. അഭിജിത് ജോസഫ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മുകേഷ്, മിയ ജോർജ്, അൽതാഫ് സലീം, അൽഫോൺസ് പുത്രൻ, അനുരാജ് OB എന്നിവരാണ് മറ്റ് താരങ്ങൾ. ഉണ്ണിമുകുന്ദൻ നായകനായെത്തുന്ന ചിത്രം മിണ്ടിയും പറഞ്ഞും ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. സനൽ, ടീന ദമ്പതികളുടെ വിവാഹത്തിന് മുൻപും ശേഷവുമുള്ള പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും കഥ പറയുന്ന ചിത്രത്തിൽ അപർണ മുരളിയാണ് നായിക. ജൂഡ് ആന്റണി ജോസഫ്, ജാഫർ ഇടുക്കി, മാല പാർവതി, സഞ്ജു മധു, സോഹൻ സിനുലാൽ, ഗീതി സംഗീത എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത 6 ദിവസം പിന്നിടുമ്പോൾ 100 കോടി ക്ലബിൽ ഇടം നേടി തേരെ ഇഷ്ക് മേം. ധനുഷിനെ നായകനാക്കി ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത ചിത്രമാണ് തേരെ ഇഷ്ക് മേം. ഈ വർഷം ധനുഷിന്റെ 2ാമത്തെ 100 കോടി ചിത്രമാണിത്. മികച്ച തിരക്കഥയാണ് ചിത്രത്തിൻ്റെതെന്നും ലാഞ്ചനയ്ക്ക് ശേഷം വീണ്ടും ആനന്ദ് എൽ റായ് ഞെട്ടിച്ചുവെന്നുമാണ് പ്രേക്ഷകരുടെ പ്രതികരണം. വൈകാരികമായ പ്രണയകഥ പറയുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. मेरा जी उब गया है इस